സാഹിത്യം, സാംസ്കാരികം, രാഷ്ട്രീയം എന്നിവയിലൂടെ അറിയപ്പെട്ട ചരിത്രമുറങ്ങുന്ന കൊൽക്കത്ത വീണ്ടും പ്രധാന വാർത്തകളിൽ ഇടം നേടിയത് ഭയാനകം നിറഞ്ഞ വാർത്തയിലൂടെയാണ്. 2015 മെയ് മാസത്തിൽ 77-കാരനായ അരബിന്ദോ ഡി എന്ന മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തതോടെ അന്ന് കൊൽക്കത്തയിലെ റോബിൻസൺ സ്ട്രീറ്റ് ഉണർന്നത് ദുരൂഹത നിറഞ്ഞ വാർത്ത കേട്ടാണ്. കങ്കൽബാരി അഥവാ അസ്ഥികൂടങ്ങളുടെ വീട് അല്ലെങ്കിൽ കൊൽക്കത്ത ഹൗസ് ഓഫ് ഹൊറേഴ്സ് എന്ന ദുരൂഹത നിറഞ്ഞ ക്രൈമിനെ കുറിച്ച് പുറം ലോകം അറിയുന്നതും ആ ദിവസം തന്നെ. റോബിൻസൺ സ്ട്രീറ്റിലെ ഡി റെസിഡൻസിൽ വെച്ചാണ് അരബിന്ദോ ഡി എന്ന മധ്യവയസ്കൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. തീ ആളിക്കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജനങ്ങളാണ് പോലീസിൽ വിവരം അറിയിക്കുകയും തുടരന്വേഷണത്തിൽ റൂമിലെ കുളിമുറിയിൽ നിന്നും കത്തിക്കരിഞ്ഞ മൃതദേഹവും എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്നെഴുതിയ ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തിയത്. എന്നാൽ ആ സമയത്ത് ഒരാൾ മാത്രമായിരുന്നു ആ കുടുംബത്തിൽ അവശേഷിച്ചിരുന്നത്, അരബിന്ദോ ഡിയുടെ മകനായ പാർത്ത ഡി എന്ന എഞ്ചിനീയറുകാരൻ. നിഗൂഢത നിറഞ്ഞ കൊൽക്കത്ത ഹൗസ് ഓഫ് ഹൊറേഴ്സ് എന്ന ക്രൈം സ്റ്റോറിയുടെ തെളിവുകൾ ലഭിക്കുന്നത് ആ ദിവസമാണ്. അരബിന്ദോ ഡിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് പാർത്തയുടെ അസാധാരണമായ പെരുമാറ്റം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാനസികമായും ശാരീരികമായും തളർന്ന പാർത്തയുടെ ഈ പെരുമാറ്റം മനോവിഷമം മൂലമാണെന്ന രീതിയിൽ പോലീസ് കണക്കാക്കിയെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സഹോദരി ദേബ്ജാനി ദേയുടെ അസ്ഥികൂടത്തിനൊപ്പമാണ് താൻ ജീവിക്കുന്നതെന്ന സത്യം പാർത്ത പോലീസിനോട് പറയുന്നത്. പോലീസ് ഇക്കാര്യം ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും ചെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടത് ദുർഗന്ധം നിറഞ്ഞ കിടപ്പുമുറിയിലെ കട്ടിലിൽ പുതഞ്ഞു വെച്ച ദേബ്ജാനി ദേയുടെ അസ്ഥികൂടവും 2 നായ്ക്കളുടെ അസ്ഥികൂടവും ഒരു കൂട്ടം ടെഡ്ഡി ബെയറുകളെയും കൂടാതെ പാർത്തയുടെ ഏതാനും ഡയറി കുറിപ്പുകളുമാണ്. പിന്നീടാണ് പിതാവിന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തുന്നത്. ഭയാനകവുമായ അസ്ഥികൂടങ്ങളുടെ വീട് എന്നറിയപ്പെടുന്ന ക്രൈം സ്റ്റോറി ആരംഭിക്കുന്നത് ഇവിടെ. 2005 അർബുദം ബാധിച്ച് പാർത്തയുടെ അമ്മ മരിച്ചതിനു ശേഷം സഹോദരി ദേബ്ജാനി ദേയ്ക്കും പിതാവ് അരബിന്ദോ ഡിക്കൊപ്പമായിരുന്നു ഇയാളുടെ താമസം. എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് സഹോദരി ദേബ്ജാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ലാബ്രഡോർ നായ്ക്കൾ മരണപ്പെട്ടത്. ഇതേ തുടർന്ന് ദേബ്ജാനി വിഷാദ രോഗത്തിലാവുകയും 2023 നവംബറിൽ മരിക്കുകയും ചെയ്തു. അതിനുശേഷം മാനസികമായി തളർന്ന പാർത്ത തന്റെ പരേതയായ സഹോദരിയുടെ മൃതദേഹം സംസ്കരിക്കാതെ അതിനോടൊപ്പമാണ് ഭക്ഷണമെല്ലാം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്തിരുന്നത്. മാത്രമല്ല പാർത്ത പതിവായി മരണപ്പെട്ട നായ്ക്കൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു. സഹോദരിയുടെ മരണം മൂലമുണ്ടായ ആഘാതമാണ് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്നും മാനസിക വിഭ്രാന്തിയിലേക്ക് നയിച്ചതെന്നും പാർത്ത പോലീസിനോട് പറഞ്ഞു. ഇതിൽ നിന്ന് കരകയറി കഴിഞ്ഞാൽ മൃതദേഹത്തിനൊപ്പം ജീവിക്കാൻ തനിക്ക് ഒരിക്കലും ചിന്തിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് ദേ ഒരു സന്തുഷ്ടനായ മനുഷ്യനായിരുന്നു. ഒരു പത്രസ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ജോലി ചെയ്ത സമയം മുതൽ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലെ പ്രാർത്ഥന വരെയുള്ള ജീവിതത്തെക്കുറിച്ച് തന്റെ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നു. പക്ഷേ തെളിവുകൾ പാർത്തയെ ആഴിക്കുള്ളിലാക്കി. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൊൽക്കത്തയിലെ ഗോബ്രയിലുള്ള പൗലോ മെന്റൽ ഹോമിലേക്ക് അയക്കുകയും അവിടുത്തെ സൈക്യാട്രിസ്റ്റായ സബ്യസാജി മിത്ര പാർത്തയെ പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ഒരു വ്യക്തിക്ക് മൃതദേഹത്തോട് തോന്നുന്ന ലൈംഗികാകർഷണമായ നെക്രോഫീലിയ എന്ന രോഗമാണ് ഇതെല്ലാം ചെയ്യാൻ പാർത്തയെ തോന്നിപ്പിച്ചതെന്നാണ്. എന്നാൽ മാനസികാശുപത്രിയിൽ ഏതാനും ആഴ്ചകൾ ചെലവഴിച്ചതിനു ശേഷം പാർത്തയെക്കുറിച്ച് പിന്നീട് ആരും ഒന്നും അറിഞ്ഞില്ല. ശരിക്കും അപ്രത്യക്ഷനായി എന്ന് തന്നെ പറയാം. പക്ഷേ കൊൽക്കത്തയിലെ വാഡ്ഗുങ്കെ എന്ന വീട്ടിലെ കുളിമുറിയിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയതോടെ ആളുകൾ അവനെക്കുറിച്ച് വീണ്ടും കേട്ടു. തന്റെ മൃതദേഹം അവകാശപ്പെടാൻ ബന്ധുക്കളില്ലാതെ ഏകാന്തമായ മരണം. എന്നാൽ മൃതദേഹം സംസ്കരിക്കാനായി 7 ദിവസം കാത്തിരിക്കാൻ പോലീസ് തീരുമാനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവസാന യാത്രയിൽ ആരും വന്നില്ല. നിഗൂഢത നിറഞ്ഞ കൊൽക്കത്ത ഹൗസ് ഓഫ് ഹൊറേഴ്സ് പിന്നീട് നഗരത്തിന്റെ ഓർമ്മകളിൽ കഥയായി അവശേഷിച്ചു.